ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 കേരള PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ സയൻസ് ചോദ്യങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. മാക്സിമം അതോടെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചോദ്യം, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എപ്പിഗ്ലോട്ടിസ് ആണ് കേട്ടോ. ഇപ്പോഴേ പഠിച്ചു പോണേ. ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടിസ് ആണ്. ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ള ചോദ്യങ്ങളാണ് ഈ സയൻസ് പാർട്ടിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കേട്ടോ. അപ്പോൾ പഠിച്ചു പോണേ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എപ്പിഗ്ലോട്ടിസ് ആണ്. എപ്പിഗ്ലോട്ടിസ് ആണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിത നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന രോഗങ്ങളാണ് ജീവിതശൈലി. നമ്മുടെ ദിനചര്യയിൽ വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നുള്ള ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമുക്ക് നോക്കാം. പ്രമേഹം, നമുക്കറിയാം ഷുഗർ നമ്മുടെ ജീവിതശൈലി രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്, അഥവാ ഷുഗർ വരുന്നത്. ഫാറ്റി ലിവറും നമ്മുടെ ദിനചര്യകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ. അത് പക്ഷാഘാതം അത് തന്നെയാണ്. അപ്പം ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ഹീമോഫീലിയാണ്. ഹീമോഫീലിയാണ് വരുന്നത്. അത് ജനറ്റിക്സ് ത്രൂ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ഹീമോഫീലിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന്? ഓപ്ഷൻ സി ഹീമോഫീലിയ ആൻസർ കേട്ടോ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കാം. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ രോഗവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിയായ ജോഡി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ വരുന്നത് ഞാൻ പറയാം. ആൻസർ ഫൈലേറിയൻ വിര മന്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ജോഡിയായിട്ട് വരുന്നത്. ബാക്കി എല്ലാം തെറ്റായിട്ടുള്ള ജോഡികളാണ് കേട്ടോ. അപ്പം ഫൈലേറിയൻ വിര മന്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മനുഷ്യരിൽ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അത് എന്തൊക്കെയാണ് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാർ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാർ മൂലം രൂപപ്പെടുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നമുക്ക് നോക്കാം. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാർ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നോട്ട് ചെയ്തോണേ, ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാർ മൂലം രൂപപ്പെടുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 ശരി 2 തെറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് അപ്പം ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് കേട്ടോ. അപ്പോൾ അതൊരു കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. അപ്പോൾ എന്താണ്? പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, നോട്ട് ചെയ്തോണം, ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ചിത്രശലഭമാണ്. പഠിച്ചു വെച്ചോണേ, ചിത്രശലഭമാണ്. ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവയൊക്കെ ചിത്രശലഭത്തിൻ്റെ ഇനങ്ങളാണ് കേട്ടോ. ചിത്രശലഭമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യനിലെ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. അപ്പം രണ്ട് പ്രസ്താവനകൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്, ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്, രണ്ടും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. രണ്ട് പ്രസ്താവനകളും ശരിയാണ് എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം.
ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോഷകങ്ങൾ സ്രോതസ്സുകളാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡികൾ പോഷകങ്ങൾ സ്രോതസ്സുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ ഒന്ന് നമുക്ക് നോക്കാം. സൂക്രോസ് കരിമ്പ് ശരിയായ ജോഡിയാണ്. സൂക്രോസ് കരിമ്പ് ശരിയായ ജോഡിയാണ്. അടുത്ത നമുക്ക് നോക്കാം. വിറ്റാമിൻ എണ്ണക്കുരുക്കൾ തെറ്റായിട്ടുള്ള ജോഡിയാണ്. അതുപോലെ തന്നെ മാംസ്യം പയറുവർഗ്ഗങ്ങൾ ശരിയാണ്. ധാന്യങ്ങൾ കൊഴുപ്പ് തെറ്റാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് 1, 3 ശരി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി. 1 ശരി 3 ശരി എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ശരി 3 ശരി എന്നാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണെന്നാണ് ചോദിച്ചത്. നീല, ചുവപ്പ്, പച്ച, മഞ്ഞ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നീലയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട്. നീലയാണ് കേട്ടോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? നീലപ്രകാശമാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഇത് PSC ഡിലീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഞാനൊന്ന് വായിക്കാം. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഇത് PSC ഡിലീറ്റഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈനൽ ആൻസർ കീ വന്നപ്പം. പക്ഷേ ഇതിന് ആൻസർ വരുന്നത് നമുക്ക് മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് ഇതിൽ നിന്നും. അപ്പം നമുക്കറിയാം മുങ്ങൽ വിദഗ്ധർ ഉയർന്ന മർദ്ദവും അതുപോലെ തന്നെ താപനിലയിലെ വ്യതിയാനത്തിനുമൊക്കെ സംരക്ഷണം നേടാൻ വേണ്ടിയാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഓപ്ഷൻ ഉയർന്ന മർദ്ദമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉയർന്ന മർദ്ദവും താപനില വ്യതിയാനവും നിയന്ത്രിക്കാനാണ് പ്രത്യേക സ്യൂട്ടുകൾ മുങ്ങൽ വിദഗ്ധർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റഡ് ആണ്. ഫൈനൽ ആൻസർ കീ വെച്ച് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ്? മിഥ്യാപ്രതിബിംബമാണ് കേട്ടോ. മിഥ്യാപ്രതിബിംബം. ഓപ്ഷൻ ബി മിഥ്യാപ്രതിബിംബമാണ്. അപ്പോൾ ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാസയാണ്. ഓപ്ഷൻ സി നാസയാണ് കേട്ടോ. നാസ കേട്ടോ. അപ്പം നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാസയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാസ കേട്ടോ. അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ചൈനയാണ് കേട്ടോ. അപ്പം ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ചൈനയാണ്. റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഇനി വരുന്ന പരീക്ഷകളിൽ കേട്ടോ. അടുത്ത ചോദ്യം. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിപ്പിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്താണ്? വ്യാപ്തം വർദ്ധിക്കും എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി വ്യാപ്തം വർദ്ധിക്കുന്നു. അപ്പോൾ മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു കേട്ടോ. വ്യാപ്തം വർദ്ധിക്കും. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? രാസമാറ്റം. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് നോക്കണേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റം നോട്ട് ചെയ്ത് നോക്കണേ. രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഐസ് ഉരുകുന്നുവാണോ? അല്ല. പഞ്ചസാര ഐസ് ഉരുകുന്നു എന്നുള്ളതാണോ? അല്ല. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു എന്നുള്ളതാണോ? അല്ല. ജലം തിളയ്ക്കുന്നതാണോ? അല്ല. ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് രാസമാറ്റത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്നുള്ളതാണ് രാസമാറ്റത്തിന് കാരണമാകുന്ന ഉദാഹരണം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇരുമ്പ് തുരുമ്പിക്കുന്നു. അടുത്ത ചോദ്യം. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? അപ്പോൾ ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ ആണ്. pH 0 to 7 ആണ്. 0 to 7 ആണ്. അതായത് 0 മുതൽ 7 വരെയുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 7 മുതൽ 14 വരെയുള്ള
pH വാല്യൂ എങ്ങനെയാണ് ആൽക്കലീൻ സ്വഭാവമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, pH 0 മുതൽ 7 വരെ ആസിഡ് സ്വഭാവം, 7 മുതൽ 14 വരെ എന്താണ് ആൽക്കലീൻ സ്വഭാവമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ pH 7 ന്യൂട്രൽ സ്വഭാവമാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, 3 ദൗത്യങ്ങളായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയാം, 3 ദൗത്യങ്ങളായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? കറണ്ട് അഫയർ ആണ്. ഓപ്ഷൻ ബി ആണ്, പെഗ്ഗി വിഡ്സൺ ആണ് കേട്ടോ. പെഗ്ഗി വിഡ്സൺ ആണ്. അപ്പോൾ ഇനിയും റിപ്പീറ്റ് ചെയ്യുവേ, പെഗ്ഗി വിഡ്സൺ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇനി നമുക്ക് അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഷീറ്റിലോട്ട് പോവാം. അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. ഒരു മിനിറ്റ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? അപ്പോൾ എന്താണ്? വിറ്റാമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥ ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ സിറോഫ്താൽമിയാണ്. സിറോഫ്താൽമി പഠിച്ചു പോണേ. ഓപ്ഷൻ എ സിറോഫ്താൽമിയാണ്. അപ്പോൾ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരാണ് ആൻസർ ഓപ്ഷൻ എ സിറോഫ്താൽമിയ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, റെഡ് റിബൺ ക്ലബ്ബ് ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി, റെഡ് റിബൺ ക്ലബ്ബ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബാണ്. റെഡ് റിബൺ ക്ലബ്ബാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക കേട്ടോ. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ് അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. ശരിയായിട്ടുള്ളതാണ്. മനുഷ്യരിൽ 12 ജോഡി വാരിയലുകളുണ്ട്. ശരിയായിട്ടുള്ളതാണ്. മനുഷ്യരിൽ തലയോട്ടുകളിൽ മാത്രം 32 അസ്ഥികളുണ്ട്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദൃശ്യപ്രകാശത്തിൻ്റെ ആവൃത്തി F1ഉം മൈക്രോവേവിൻ്റെ ആവൃത്തി F2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തന്നിരിക്കുക. അപ്പോൾ എന്താണ് ചോദ്യം? ഞാൻ ഒന്നുകൂടെ പറയാം. ദൃശ്യപ്രകാശത്തിൻ്റെ ആവൃത്തി F1ഉം മൈക്രോവേവിൻ്റെ ആവൃത്തി F2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് F3 ഗ്രേറ്റർ ദാൻ F1 ഗ്രേറ്റർ ദാൻ F2 എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കോണേ. അടുത്തൊരു മാത്സ് ചോദ്യമാണ്. അതായത് ഒരു പ്രൊജക്ടൈലിൻ്റെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കണക്കാണ്. ഒരു പ്രൊജക്ടൈൽ പറക്കൽ സമയം 2 സെക്കൻഡാണ്. അതിൻ്റെ പരമാവധി ഉയരം കാണുക എന്നുള്ളതാണ്. G=10 m/s² എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മുമ്പിൽ തന്നിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്കൽ സമയം 2 സെക്കൻഡാണ്. അതിൻ്റെ പരമാവധി ഉയരം കണക്കാക്കുക. അതിന് പരമാവധി ആ പറക്കലിൻ്റെ ഉയരം കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. അതായത് ഇക്വേഷൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ എന്താണ്? H= ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ H= u² ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. 2g ആണ് വരുന്നത് കേട്ടോ. 2g ആണ്. അപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്? G10 തന്നിട്ടുണ്ടല്ലോ. G നമുക്കറിയാം 10 നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ G10 തന്നിട്ടുണ്ട്. ടൈം അതുപോലെ തന്നെ 2 സെക്കൻഡ് തന്നിട്ടുണ്ട്. ടൈം 2 സെക്കൻഡ് ആണ്. 2 sec തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കറിയാം പറക്കൽ സമയത്തിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. പറക്കൽ സമയത്തിൻ്റെ ഇക്വേഷൻ T= 2u sin θ ബൈ g ആണ്. 2u sin θ ബൈ g ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ
യൂസ് അതുപോലെ തന്നെ സൈൻ തീറ്റ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് യു സൈൻ തീറ്റ ഈസിക്കൽ ടു ഇക്വേഷൻ ഇങ്ങനെ എഴുതുമ്പോഴാണ് യു സൈൻ തീറ്റ ഈസിക്കൽ ടു ടി ജി ബൈ ടു ആണ്. ടി ജി ബൈ ടു ഈ ഇക്വേഷൻ ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഈ സമവാക്യം അങ്ങോട്ട് മാറ്റുമ്പോൾ ടി ജി ബൈ ടു ആണ് വരുന്നത്. ആ യു സൈൻ തീറ്റ ഈസിക്കൽ ടു ടി ജി ബൈ ടു ആണ് വരുന്നത്. അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ എന്തുണ്ട് എച്ച് ഈസിക്കൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു ജി എന്നുള്ളതിന് നമുക്ക് ആ ഇക്വേഷൻ ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ മേലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എച്ച് ഈസിക്കൽ ടു എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് എച്ച് ഈസിക്കൽ ടു ടി ജി ബൈ ടു അല്ലേ. ടി ജി ബൈ ടുവിനെ നമുക്ക് ഇവിടെ ഇടുമ്പോൾ എങ്ങനെയാണ് എച്ച് വരുന്നത് നമുക്ക് നോക്കാം. ടി സ്ക്വയർ ടി ജി ഒരു മിനിറ്റ് ടി ജി ബൈ ടു ഹോൾ സ്ക്വയർ അല്ലേ വരുന്നത്. യു സൈൻ തീറ്റ എന്ന് പറയുന്നത് ടി ജി ബൈ ടു അല്ലേ, അതിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ ഇക്വേഷനോട്ട് വരുന്നത്. ബൈ ടു ജി ആണ് വരുന്നത്. അടുത്തത് അപ്പം ഈ ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും ടി സ്ക്വയർ ജി ബൈ അത് മൊത്തം ടോട്ടൽ എഴുതുമ്പോഴാണ് ടി സ്ക്വയർ ജി ബൈ 8 എന്ന് വരും കേട്ടോ. ടി സ്ക്വയർ ജി ബൈ 8 എന്ന് വരും. 8 എന്ന് വരും. നിങ്ങൾ ഇക്വേഷൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാം 8 എന്നുള്ളത് വരും. അത് നമുക്ക് ടിയുടെ വാല്യൂ എത്രയാണ്? ടിയുടെ വാല്യൂ 2 സെക്കൻഡാണ്. 2 സ്ക്വയർ ഇൻറ്റു ജിയുടെ വാല്യൂ എത്രയാണ്? 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 8 ആണ്. 8 ചെയ്ത് നോക്കുമ്പോൾ എത്ര വരും? ഈക്വൽ ടു 40 വരും. 40/8 ഇസിക്കൽ ടു 5 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 5 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് 5 മീറ്റർ. ഞാൻ ഒന്നുകൂടെ പറയാം. എച്ച് ഇസിക്കൽ ടു ഹൈറ്റ് കാണേണ്ട ഇക്വേഷൻ എച്ച് ഇസിക്കൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ് എച്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അതിലെ നമുക്ക് സമയം ടൈം 2 സെക്കൻഡും ജി 10 ആണ് തന്നിട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ് തന്നിട്ടുള്ളത്. അതിനകത്ത് ടിയുടെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ടിയുടെ ഇക്വേഷൻ ആണ് 2u സൈൻ തീറ്റ ബൈ ജി എന്നുള്ള ടിയുടെ ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് നമ്മൾ യു സൈൻ തീറ്റ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ യു സൈൻ തീറ്റ സമവാക്യത്തെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ യു സൈൻ തീറ്റ ഈക്വൽ ടു ടി ജി ബൈ ടു ആ ടി ജി ബൈ ടു അല്ലെ യു സൈൻ തീറ്റ എന്ന് പറയുന്നത്. അത് ഈ ഇക്വേഷനോട് അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ഇസിക്കൽ ടു ടി ജി ബൈ ടു ഹോൾ സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ 2g. ഈ ഇക്വേഷനോട്ട് ആഡ് ചെയ്യുമ്പോൾ പിന്നെ അത് സ്ക്വയർ നോക്കി കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് ടി സ്ക്വയർ ജി ബൈ 8 എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയറൊക്കെ ഒന്ന് മാറ്റി കൺക്ലൂഡ് ചെയ്ത് വരുമ്പോൾ അതുകൂടാതെ തന്നെ അതിനകത്ത് ടിയുടെ വാല്യൂ ഇട്ട് കൊടുക്കും. 2 എന്ന വാല്യൂ ഇട്ട് കൊടുക്കും. ജി 10 ഇട്ട് കൊടുക്കും ഡിവൈഡഡ് ബൈ 8. അത് ചെയ്യുമ്പോൾ 40/8 വരും. എന്നിട്ട് ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 5 വരും. 5 മീറ്റർ. അപ്പോൾ ആൻസർ 5 മീറ്റർ വരും. ഓപ്ഷൻ ബി. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയി. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ ജി സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുക്കുക. ശരിയായവ ഏതൊക്കെയെന്ന് നമുക്ക് തിരഞ്ഞു നോക്കാം. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൂടാതെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് 1, 2, 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്, 2 തെറ്റാണ്. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയാണ്. 1, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? അപ്പോൾ സ്പേസ് ഡോക്കിംഗ് വഴി കൂട്ടി യോജിപ്പിച്ചത് ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണെന്നാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്ത് ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? SDX-01 SDX-02 ആണ് കേട്ടോ. കറണ്ട് അഫെയർ പാർട്ടിയിൽ നിന്നാണ്. SDX-01 XDX-02 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം മൂലകം ബ്ലോക്ക് വന്നിട്ട് ടൈറ്റാനിയം ഡി, ഓസ്മിയം ഡി, തോറിയം എഫ്, ഫെർമിയം എഫ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് നമ്മുടെ ട്രാൻസ് യുറേനിയൻ മൂലകത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഫെർമിയം അല്ലേ? ഓപ്ഷൻ സി ഫെർമിയം ആണ് കേട്ടോ. ഓപ്ഷൻ സി ഫെർമിയം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ട്രാൻസ് യുറേനിയം മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഫെർമിയമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തിനെ കുറിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം.
അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. ശരിയായിട്ടുള്ളതാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൂടാതെ തന്നെ അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പർക്ക പ്രക്രിയ വഴിയാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ, ഓൺലി 1 and 2 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഓൺലി 1 and 2 ആണ് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പിയും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. പാസ്കൽ ടെമ്പറേച്ചർ, പ്രഷർ ബാർ, പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഗേ ലൂസാക്ക് നിയമമാണ് കേട്ടോ. ഗേ ലൂസാക്ക് നിയമമാണ്. ഓപ്ഷൻ സി ഗേ ലൂസാക്ക് നിയമമാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? അപ്പോൾ എന്താണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ സൾഫറാണ് കേട്ടോ. ഓപ്ഷൻ എ സൾഫറാണ് ആൻസറായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ഒരു കുറച്ച് സെറ്റ് ഓഫ് ചോദ്യങ്ങളിലോട്ട് പോകാം. അടുത്ത ചോദ്യം. ഭൗതിക വെല്ലുവിളി നേരിടുന്ന സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രചോദനം പദ്ധതിയാണ് കേട്ടോ. ഓപ്ഷൻ എ പ്രചോദനം പദ്ധതിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ, നോട്ട് ചെയ്തോണെ, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയുടെ പേരെന്താണ്? പ്രചോദനം പദ്ധതി. പ്രചോദനം പദ്ധതി. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. എന്താണ് ക്യൂണിക്കൾച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി മുയൽ വളർത്തലാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം നമുക്ക്. എന്താണ് പിനക സബ്ടെറേനിയ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് പിനക സബ്ടെറേനിയ എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്? ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് അതായത് പിനക സബ്ടെറേനിയ എന്ന് പറയുന്നത് ഒരു ഈന്തപ്പഴത്തിൻ്റെ ഒരു ഇതാണ്. ഈന്തപ്പഴത്തിൻ്റെ ഒരു പേരാണ്. അതായത് അപൂർവമായിട്ടുള്ളൊരു ഈന്തപ്പഴത്തിൻ്റെ പേരാണ്. പക്ഷേ ഇതായിരുന്നു ആൻസർ. പക്ഷേ PSC ഡിലീറ്റ് ചെയ്തു ഫൈനൽ ആൻസർ വന്നപ്പം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ബി ഗ്ലോബുലിൻ ആണ് കേട്ടോ. ഗ്ലോബുലിൻ. ഓപ്ഷൻ ബി ഗ്ലോബുലിൻ ആണ് രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മീസിലസ് ആണ് കേട്ടോ. മീസിലസ്. ഓപ്ഷൻ ഡി മീസിലസ് ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആർദ്രം പദ്ധതി. നമുക്കെല്ലാവർക്കും അറിയാം ആർദ്രം പദ്ധതിയാണ്. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? കേരള സർക്കാരിൻ്റെ ആർദ്രം പദ്ധതി. അടുത്തത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ് റിക്കറ്റ്സ് അഥവാ കണരോഗം കേട്ടോ. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കണരോഗം. അടുത്ത ചോദ്യം. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഏതാണ്? ധ്രുവപ്രദേശങ്ങളാണ്. ഓപ്ഷൻ ബി ധ്രുവപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം ഏറ്റവും കൂടുതലുള്ള ഉയർന്നിരിക്കുന്നത് ധ്രുവപ്രദേശങ്ങളാണ് കേട്ടോ. പഠിച്ചു വെക്കുകയാണെങ്കിൽ ധ്രുവപ്രദേശങ്ങളാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഹർഷണ ബലമാണ് എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഹർഷണ ബലത്തിന് പറയുന്ന പേരെന്താണ്? ശ്വാനബലം കേട്ടോ. ഓപ്ഷൻ സി ശ്വാനബലം. അപ്പോൾ എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന നോട്ട് ചെയ്തോണേ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഹർഷണബലമാണ് ശ്വാനബലം. അടുത്ത ചോദ്യം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ വേഗതയാണ് കേട്ടോ. ഓപ്ഷൻ എ വേഗതയാണ്. അടുത്ത ചോദ്യം.
ഓപ്ഷൻ എ വേഗതയാണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഇത് ആരുടെ മൂലക വർഗീകരണമാണ്? ഓപ്ഷൻ ഡി ആണ്. ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ ആണ് കേട്ടോ. ഹെൻറി മോസ്ലി. ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസത്തെ ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് കേട്ടോ. ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് കേട്ടോ. അപ്പോൾ ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസത്തെ ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കുക? ഓപ്ഷൻ എ ബോയിൽ നിയമം കേട്ടോ. ബോയിൽ നിയമം. അടുത്ത ചോദ്യം, നിർവീര്യ ലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pH എന്ത് മാറ്റം ഉണ്ടാകുന്നു? അപ്പോൾ ഒന്നുകൂടെ ചോദ്യം പറയാം. നിർവീര്യ ലായകമായ ജലത്തിൻ്റെ pH മൂല്യം, നമുക്കറിയാം ജലം ന്യൂട്രൽ ആണ്, അപ്പോൾ അതുകൊണ്ട് pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 7നേക്കാൾ കുറയുന്നു എന്നാണ്. ആസിഡാണ് ചേർക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 7നേക്കാൾ കുറയുന്നു കേട്ടോ. അടുത്ത ചോദ്യം, 2024 രസാന്തര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ 2024 രസാന്തര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് ഈ ഓപ്ഷനിലുള്ളത്? ആർക്കാണ്? ഓപ്ഷൻ സി ആണ്, ഡേവിഡ് ബെക്കറിനാണ് കേട്ടോ. ഓപ്ഷൻ സി ഡേവിഡ് ബെക്കറിനാണ്. അടുത്ത ചോദ്യം, ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ്? IUCN ആണ് കേട്ടോ. IUCN ആണ്. ഓപ്ഷൻ എ IUCN. പ്ലാനറ്റ് ഓൺ ദ മൂവ് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? IUCN ആണ്. IUCN ആണ്. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. അടുത്ത ചോദ്യം, HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാരീതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? ഓപ്ഷൻ ബി ആണ്, ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പിയാണ്. ഓപ്ഷൻ ബി ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി. അപ്പോൾ എന്താണ്? HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാരീതിയെ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി. ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി. അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഉണർവാണ് കേട്ടോ. ഉണർവ്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഉണർവ് എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അടുത്ത ചോദ്യം, ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്, സൈക്ലോസ്പോറിൻ എ ആണ്. സൈക്ലോസ്പോറിൻ എ ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് അഥവാ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, സൈക്ലോസ്പോറിൻ എ ആണ്. സൈക്ലോസ്പോറിൻ എ ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളെ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്. അതിന് ആൻസറായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ന്യൂട്രോഫില്, അതുപോലെ തന്നെ മോണോസൈറ്റ്, ഫാജസ് ആണ് വരുന്നത്. ബേസോഫിൽ വരില്ല. അപ്പം ആൻസർ ഏതൊക്കെയാണ്? ന്യൂട്രോഫില്, മോണോസൈറ്റ്, ഫാജസ് ആണ് വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 കേട്ടോ. 1, 2, 4. അടുത്ത ചോദ്യം, 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. ജീൻ പ്രവർത്തനം ശരീരത്തിൽ മൈക്രോ RNAയുടെ കണ്ടുപിടുത്തവും വരും. അതുകൂടാതെ തന്നെ ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പം ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1, 2 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മൈക്രോ RNAയുടെ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം, സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏത് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി വയലറ്റ് ആണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏതാണ്? ഓപ്ഷൻ ഡി വയലറ്റ് ആണ് കേട്ടോ, വയലറ്റ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഒന്നുകൂടെ പറയാം, ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ, നോട്ട് ചെയ്തോണേ, ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണെന്നാണ് ചോദിച്ചത്. ഏത് ബലത്തിനെതിരെയാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ബലത്തിനെതിരെയാണ്? ഓപ്ഷൻ സി ഹർഷണ ബലത്തിനെതിരെയാണ്. ഓപ്ഷൻ സി ഹർഷണ ബലത്തിനെതിരെയാണ് വരുന്നത്. അതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നാണ്. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഖരമാണ് കേട്ടോ. ഓപ്ഷൻ ബി മാധ്യമമാണ്. അടുത്ത ചോദ്യം, ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ശുദ്ധജലം നമുക്കറിയാം pH 7 ആണ്, ന്യൂട്രലാണ്. അതിനകത്ത് വിനാഗിരി ഒഴിച്ചാൽ എന്നാണ്. അപ്പോൾ ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം എന്താകുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആൻസറായിട്ട് വരുന്നത്? കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി കുറയുന്നു എന്നുള്ളത്, ആസിഡ് അല്ലേ, അപ്പോൾ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറയുന്നു എന്നാണ്, pH മൂല്യം കുറയും കേട്ടോ. അടുത്ത ചോദ്യം, അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ് പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എസ് ബ്ലോക്കിലാണ്. ഓപ്ഷൻ എ എസ് ബ്ലോക്കാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അമോണിയ NH3യുടെ തന്മാത്രാ ഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ പറയാം. ആൻസർ വരുന്നത് 44.8 ലിറ്ററാണ്. 44.8 ലിറ്ററാണ് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? ഏത് ആസിഡാണ്? ഓപ്ഷൻ സി നൈട്രിക് ആസിഡാണ്. ഓപ്ഷൻ സി നൈട്രിക് ആസിഡാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനാണ് ലഭിച്ചിട്ട്? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് എന്താണ്? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് നോബൽ സമ്മാനം രസതന്ത്രത്തിന് 2024 ഡേവിഡ് ബേക്കറിന് ലഭിച്ചത്. കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ്റെ രൂപകൽപ്പനയ്ക്ക്. ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പം തന്നെ ഏകദേശം 30 മിനിറ്റിനപ്പുറമായി നമ്മുടെ ക്ലാസ്. അപ്പം ഇനിയും കുറച്ച് സെറ്റ് ഓഫ് ഈ അടുത്ത് നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറിൽ സയൻസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു പാർട്ട് 3 ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പം തന്നെ ഒരുപാട് 30 മിനിറ്റായി, നിങ്ങൾ കാണില്ല, ബോറടിക്കും. അപ്പം അടുത്ത ഒരു ക്ലാസ്സിലോട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഇടുന്നൊരു ക്ലാസ്സിലോട്ട് അടുത്തൊരു ക്ലാസ്സായിട്ട് നമുക്ക് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ PDF നോട്ട്, അതായത് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യാത്ത PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആൻസർ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ചെക്ക് ചെയ്യാവുന്നതുമാണ്. പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെ നമ്മുടെ ക്ലാസ് കണ്ട് അതൊന്ന് പഠിച്ചിട്ട് PDF ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടും. അത് നോക്കി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നോക്കുക. എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തറവാകും. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത വളരെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ്. PSC വെച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതായത് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഒന്ന് റെക്കമെൻഡേഷൻ ബാക്കിയുള്ള കൂട്ടുകാർക്കുള്ള എത്തുകയും ചെയ്യും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫെയർ ക്ലാസ്സസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അതുകൂടെ എല്ലാ കൂട്ടുകാരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം ഈ 2025 മുഴുവൻ സയൻസ് ചോദ്യങ്ങളുടെ പാർട്ട് 3 ക്ലാസ് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു ഓൾ.